ഇപ്പം നമുക്ക് ചുറ്റും വൈറലായിട്ടുള്ള ഒന്നാണ് ഇവനാണ് ലബൂബു. ലബൂബു എന്താണെന്നൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. അങ്ങ് ഹോങ്കോങ്ങിൽ രൂപകൽപ്പന ചെയ്ത് പിന്നീട് ചൈനയിൽ ഒരു കോമ്പാക്റ്റബിൾ ടോയ് കമ്പനിയെ ഇറക്കി ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ള ജനങ്ങളുടെ വരെ മനസ്സിൽ ഇടം പിടിച്ച ഒന്നാണ് ഈ ലബൂബു ടോയ്. അപ്പോൾ ലബൂബു റിയൽ വേൾഡ് സൃഷ്ടിച്ച തരംഗം എത്രത്തോളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ലബൂബു നമ്മുടെ ക്രിപ്റ്റോ സ്പേസിൽ വന്നാലോ? സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലബൂബു നമ്മുടെ ക്രിപ്റ്റോ സ്പേസിൽ എത്തി ഗൈസ്. ഇനി ടോയ് മാത്രമല്ല, ബ്ലോക്ക് ചെയിനിലും തന്റെ മാജിക് കാണിക്കാനായിട്ട് ലബൂബു ബുബുവേഴ്സ് വഴി വന്നിരിക്കുകയാണ്. യെസ്, ബുബുവേഴ്സ് എന്നത് ഒരു Web3 മൾട്ടിവേഴ്സ് ആണ്. ടു കളക്ട്, എക്സ്പ്ലോർ, ഇവോൾവ് ആൻഡ് ടു പ്ലേ ഗെയിംസ്. ഇനി ഇതിന്റെ സ്റ്റോറി എന്താണെന്ന് ഞാൻ പറയാം. അങ്ങ് ദൂരെ നമ്മൾ കാണാത്തൊരു യൂണിവേഴ്സ്, നക്ഷത്രങ്ങൾ ജനിക്കുന്നതും മരിക്കുന്നതുമായ അനന്താകാശത്തിന്റെ അറ്റത്തൊരു ലോകം, അതാണ് ബുബുവേഴ്സ്. അവിടുത്തെ ജീവികൾ സാധാരണക്കാരല്ല. അവർ ലബൂബു സൃഷ്ടിച്ച സ്വാതന്ത്ര്യവും കൗതുകവും നിറഞ്ഞ ഒരു ഗോത്രമാണ്. അവരുടെ ആയുസിന്റെ ചൂട് നിലനിർത്തുന്നത് ഒരേ ഒരു ശക്തിയാണ്, അതാണ് സ്റ്റാർലൈറ്റ് എനർജി. ആ ശക്തി ഇല്ലെങ്കിൽ അവരുടെ ലോകം ഇരുണ്ടു വീഴും. ഈ എനർജി നക്ഷത്രങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പക്ഷേ അത് ശേഖരിക്കൽ അത്ര എളുപ്പമല്ല. ബ്ലാക്ക് ഹോളുകളുടെ ഇരുട്ട്, ഷാഡോ ബീസ്റ്റിന്റെ ആക്രമണം, എനർജി കൊള്ളയടിക്കുന്ന കോസ്മിക് സ്റ്റോംസ് എല്ലാം അവരുടെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കും. അവർക്ക് രക്ഷയ്ക്കായി ഒരാൾ വേണം, തിരഞ്ഞെടുത്ത അന്തരീക്ഷ യാത്രികൻ. അതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഇത്രമാത്രം: മിസ്റ്ററി ബോക്സുകൾ തുറക്കുക, മാന്ത്രിക കൂട്ടുകാരെ അയക്കുക, സ്റ്റാർലൈറ്റ് എനർജി ശേഖരിക്കുക, ഈ സ്റ്റാർലൈറ്റ് കോയിൻസ് മാറ്റി റിവാർഡ്സ് നേടുക, ഓൺ ചെയിൻ കളക്റ്റിബിൾസ് സ്വന്തമാക്കുക, ഒടുവിൽ ലബൂബുവിൻ്റെ ഗെയിമിൻ്റെ മഹത്തായ രഹസ്യം തുറന്നു കാണുക. ഇത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങളുടെ തീരുമാനങ്ങൾ അവരുടെ ഭാവി മാറ്റിമറിക്കും. നിങ്ങൾ അവരെ രക്ഷിക്കുമോ, അല്ലെങ്കിൽ ബുബുവേഴ്സ് യൂണിവേഴ്സിൻ്റെ ഇരുട്ടിലേക്ക് അവരെ തള്ളിവിടുമോ? അപ്പോൾ ഇതാണ് ബുബുവേഴ്സ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു ഗെയിം കളിക്കുന്നത് നമുക്ക് നോക്കിയാലോ? അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് കയറുക. ദെൻ ഇവിടെ നിങ്ങൾ കണക്ട് വാലറ്റ് കൊടുത്ത് നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. ഇതിനകത്തുള്ള ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ മെറ്റാമാസ്ക്, OKX, സോൾഫ്ലെയർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിവേ ഞാൻ സോൾഫ്ലെയർ വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ഫ്രീ ആയിട്ടുള്ള ബ്ലൈൻഡ് ബോക്സ് നിങ്ങൾ എൻ്റർ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ബ്ലൈൻഡ് ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുക. സോ നമ്മൾ ലബൂബുവിൻ്റെ കേസ്, ആ ഒരു ടോയുടെ കേസ് പറയുന്ന പോലെ തന്നെ ഇതൊരു മിസ്റ്ററി ബോക്സ് ആണ്. അപ്പോൾ ഈ ഒരു ബ്ലൈൻഡ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്ത് തരം NFT ആണ്, ഏത് NFT ആണ് ലഭിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോന്നിനും ഓരോ പോയിന്റ്സ് ആയിരിക്കും. 10x പോയിന്റ്സ് കിട്ടുന്ന NFTs ഉണ്ട്, അതേപോലെ തന്നെ 100x പോയിന്റ്സ് കിട്ടുന്ന NFTസും ഉണ്ട്, അതേപോലെ തന്നെ 1000x പോയിന്റ്സ് കിട്ടുന്ന NFTസും ഉണ്ട്. അപ്പോൾ 3 10x പോയിന്റ് NFT ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ ഒരു 100xും ഒരു 1000x പോയിന്റ്സും ലഭിക്കുന്ന NFTസും ഇവിടെ ഉണ്ട്. അപ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ലക്ക്. അപ്പോൾ നമുക്കിവിടെ ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ബോക്സ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് വാലറ്റിൽ കൺഫർമേഷൻ വരും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ആൻഡ് ഇവിടെ ഓക്കെ, എനിക്കിതാ 10x പോയിന്റ് ലഭിക്കുന്ന വൈസ് സ്പിരിറ്റ് എന്ന് പറഞ്ഞ NFT ആണ് എനിക്ക് ലഭിച്ചത്. സോ ഇതുപോലെ നിങ്ങൾക്കും ബ്ലൈൻഡ് ബോക്സസ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. 10xൽ കൂടുതൽ ആർക്കെങ്കിലും ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് 100x ഓർ 1000x പോയിന്റ്സ് ഉള്ള NFTs ലഭിക്കുകയാണെങ്കിൽ നിങ്ങളത് നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ അതൊരു ഉപകാരമായേനെ. ഓക്കെ, എനിവേ നമ്മൾ ഇനി എക്സ്പ്ലോർ എടുക്കുവാണ്. ഇവിടെ മുകളിൽ എക്സ്പ്ലോർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എക്സ്പ്ലോർ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു NFT നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ സ്റ്റേക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇവിടെ പോയിന്റ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ലഭിക്കുന്നത് സ്റ്റാർലൈറ്റ് പോയിന്റ്സ് ആണ്, സ്റ്റാർലൈറ്റ് എനർജി പോയിന്റ്സ് ആണ്. ഈ ഒരു സ്റ്റാർലൈറ്റ് എനർജി പോയിന്റ്സ് ആണ് നമുക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് കൺവേർട്ട് ആയിട്ട് കിട്ടുക TG സമയത്ത്. സോ നിങ്ങളിവിടെ സ്റ്റേക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. സ്റ്റേക്ക് ചെയ്യുക. സ്റ്റേക്ക് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ആ ഒരു പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഈ റൈറ്റ് സൈഡിലായിട്ട്. അപ്പോൾ സ്റ്റേക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ പോയിന്റ്സ് കൂടിക്കൊണ്ടേയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഓരോ 1 അവറിലും ഈ പോയിന്റ്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ഞാനിപ്പോൾ ഇത് കളക്ട് ചെയ്യുവാണ്. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് അടുത്ത ഒരു 1 അവറോടെ കഴിഞ്ഞ്
കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ്സ് വീണ്ടും കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് നമുക്ക് എത്ര ടോട്ടൽ പോയിന്റ്സ് ഉണ്ടെന്നുള്ളതും തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് ഡെയിലി ചെക്ക് ഇൻ കാണാനായിട്ട് സാധിക്കും. സോ ഡെയിലി ചെക്ക് ഇൻ എടുക്കുവാണെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് 10,000 എനർജി പോയിന്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു 10,000 എനർജി പോയിന്റ്സ് നിങ്ങൾ കറക്റ്റ് ആ ഒരു സ്ട്രീക്ക് ഉണ്ട്, ഡെയിലി സ്ട്രീക്ക് ഉണ്ട്, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 7 days നിങ്ങൾ ചെയ്യുവാണെങ്കിൽ 7th day നിങ്ങൾക്ക് 10,000 എനർജി പോയിന്റ്സ് പ്ലസ് ഒരു മിസ്റ്ററി ബോക്സോടെ ലഭിക്കുന്നതായിരിക്കും. സോ ആ ഒരു മിസ്റ്ററി ബോക്സിൽ എന്തായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അത് ഓപ്പൺ ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. ലബൂബുവിൻ്റെ കേസിൽ എല്ലാം ഒരു മിസ്റ്ററിയാണ് ഗൈസ്, എല്ലാം വളരെ സീക്രട്ടാണ്. ആൻഡ് നമുക്ക് തിരിച്ച് ഇതാ എക്സ്പ്ലോർ എടുക്കാം. അവിടെ നിങ്ങൾക്ക് ഇതാ ടോട്ടൽ എനർജി നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയതെല്ലാം അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റാർലൈറ്റ് റൗലറ്റ് സ്പിൻ കാണാനായിട്ട് സാധിക്കും. സോ ഈ ഒരു സ്പിൻ എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചർ ആണെന്ന് തന്നെ പറയാം. അതായത് ഇവിടെ 4 chances ആണ് നമുക്കുള്ളത് സ്പിൻ ചെയ്യുമ്പോൾ കിട്ടാനായിട്ട്. ഇങ്ങനെ സ്പിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് പോയിന്റ്സ് ലഭിക്കും, സ്റ്റാർലൈറ്റ് എനർജി പോയിന്റ്സ്. അതേപോലെ തന്നെ ചിലപ്പം മിസ്റ്ററി ബോക്സസ് നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ ഉള്ള പോയിന്റ്സ് ഇവിടെ നഷ്ടമാകാനും ചാൻസസ് ഉണ്ട്. സോ അതാ ഇവിടെ 4 ചാൻസസ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യത്തേത് സ്റ്റാർ ഡസ്റ്റ് ട്രയൽ ആണ്. ഇവിടെ നിങ്ങൾക്ക് 40% ചാൻസ് ആണ്. അതായത് ഇവിടെ നമുക്ക് മിനിമം 6,000 മുതൽ 9,000 വരെയുള്ള പോയിന്റ്സ് നിങ്ങളിൽ നിന്ന് നഷ്ടമാകാം, അതായത് മൈനസ് ആകാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള സ്റ്റാർലൈറ്റ് ബ്ലെസ്സിങ്ങിനകത്ത് നിങ്ങൾക്കൊരു 11,000 പോയിന്റ്സ് തൊട്ട് 20,000 പോയിന്റ്സ് വരെ ലഭിക്കാനുള്ള ചാൻസ് ആണ്. ഇത് 33% മാത്രമേ നിങ്ങൾക്ക് ഇതിനുള്ള ചാൻസസ് ഉള്ളൂ. സോ ഇതുപോലെ 4 ചാൻസസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ലഭിക്കുക. ലാസ്റ്റ് വൺ സ്റ്റെല്ലാർ ഗ്രാൻഡ് പ്രൈസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു മിസ്റ്ററി ബോക്സ് വരെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ സാധ്യത വെറും 10% ഗൈസ്. സോ ഇതുപോലെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്പിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത്. ഞാൻ എന്താ ഇവിടെ സ്പിൻ ചെയ്തപ്പോൾ എനിക്ക് 7,000 പോയിന്റ്സ് ആണ് എനിക്കിവിടെ നഷ്ടമായത്. ഡെയിലി ക്ലെയിം ചെയ്ത് 10,000 എനർജി നമുക്ക് ലഭിച്ചപ്പോൾ അതിൽ നിന്ന് 7,000 പോയ ഒരു അവസ്ഥയിലാണ് ഞാൻ. സോ ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു സ്പിന്നിൻ്റെ കേസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടാസ്ക് ആൻഡ് റിവാർഡ്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡെയിലി ചെക്ക് ഇൻ കാണാം, നമ്മൾ നേരത്തെ ചെയ്തതാണ്. അതേപോലെ തന്നെ നമ്മളിവിടെ ന്യൂബി ടാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ന്യൂബി ടാസ്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ അവരുടെ എക്സിൻ്റെ പ്രൊഫൈൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയും നിങ്ങളുടെ എക്സ് യൂസർ നെയിം ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയും കൂടെ ചെയ്യുക. ഇതൊരു 1 to 2 days ആവും അത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ആവാൻ. വെരിഫൈ ആയതിനു ശേഷം നിങ്ങൾക്ക് ആ ഒരു പോയിന്റ്സ് ലഭിക്കുന്നതായിരിക്കും. ഞാൻ ആ ഒരു ടാസ്ക് കൂടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് ടാസ്കുകൾ കാണാനായിട്ട് സാധിക്കും. ടാസ്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ടാസ്കുകളുണ്ട്. ഈ ഒരു ടാസ്ക് എല്ലാം തന്നെ നിങ്ങൾ 1 by 1 ആയിട്ട് ചെയ്യണം. സോ ജസ്റ്റ് ഞാനൊരു നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടി ഞാനൊരെണ്ണം ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. സിമ്പിളാണ്, വലിയ കാര്യമുള്ളതൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ എന്തോ അവർ ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. അവരൊരു പോസ്റ്റ് ലൈക്കും റീട്വീറ്റും ചെയ്യാനായിരുന്നു, അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ നമുക്ക് നെക്സ്റ്റ് ടാസ്ക് ഒന്ന് നോക്കാം. അപ്പോൾ അവരുടെ ആ ഒരു പോസ്റ്റിന് ലിങ്ക് അവരോട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഒരു പോസ്റ്റിലേക്ക് എൻ്റർ ആവുന്നതായിരിക്കും ഇതുപോലെ. ദെൻ അവരുടെ ആ ഒരു പോസ്റ്റ് അവർ പറഞ്ഞ പോലെ തന്നെ ലൈക്കും റീട്വീറ്റും ചെയ്യുക. അവരെന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ലൈക്ക് റീട്വീറ്റും ചെയ്യണം. അതേപോലെ തന്നെ നോ ബോട്ട്സ് എന്ന് പറഞ്ഞ് കമൻറ്റും ചെയ്യണം. സോ ഞാൻ തിരിച്ച് ആ ഒരു ട്വിറ്ററിൻ്റെ പേജിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അവരുടെ പോസ്റ്റിൻ്റെ. ദെൻ അവിടെ ഞാൻ ലൈക്ക് റീട്വീറ്റും ചെയ്തു. ദെൻ നോ ബോട്ട്സ് എന്ന് കമൻറ്റ് ചെയ്യുകയാണ്. ദെൻ അത് ജസ്റ്റ് പോസ്റ്റ് ചെയ്യുക ആ ഒരു കമൻറ്റ്. ദെൻ ആ ഒരു കമൻറ്റ് നിങ്ങൾ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു പോസ്റ്റും അതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് കൊടുത്തതും രണ്ടും കാണുന്ന തരത്തിൽ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. ദെൻ തിരിച്ച് നമ്മൾ ആ ഒരു സൈറ്റിലേക്ക് പോയിട്ട് അതവിടെ ആ ഒരു സ്ക്രീൻഷോട്ട് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ ഒരു വെരിഫൈ ചെയ്യാനായിട്ട് കാണിക്കും. സോ ജസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു കോഡ് ജസ്റ്റ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, വെരിഫൈ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ താഴോട്ടുള്ള എല്ലാ ടാസ്കുകളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും എന്താണ് നിങ്ങൾക്ക് അവിടെ റിവാർഡായിട്ട് ലഭിക്കുക എന്നുള്ളത് ഓരോ ടാസ്കിൻ്റെയും താഴെ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ബ്ലൈൻഡ് ബോക്സസും അതേപോലെ തന്നെ എനർജി പോയിന്റ്സും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. സോ നിങ്ങൾ ഓരോന്നും നോക്കി ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യുക. then ഇവിടെ മുകളിലായിട്ട് എത്ര ടാസ്ക് അവൈലബിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഹിസ്റ്ററി നിങ്ങൾക്ക് കാണാം. ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്ത ആ ഒരു ടാസ്ക് പ്രോസസ്സിങ്ങിലായിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതൊരു ദിവസം ഒക്കെ എടുക്കും. നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് അത് വെരിഫൈ ആയിക്കോളും. ദെൻ നിങ്ങൾക്ക് അവിടെ ആ ഒരു ടാസ്ക് ചെയ്യുന്നതിലൂടെ
എന്താണോ നിങ്ങൾക്ക് റിവാർഡ് ലഭിക്കുക ആ റിവാർഡ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് എക്സ്പ്ലോറിൻ്റെ പേജിൽ വരുവാണെങ്കിൽ ഇതാ നമ്മുടെ NFT ഇവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്, അതായത് സ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കിതിലൂടെ നമുക്ക് പോയിന്റ്സും കളക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ പോയിന്റ്സ് കളക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനിത് കളക്ട് കൊടുക്കുമ്പോൾ പോയിന്റ്സ് കളക്ട് ആവില്ല, അവരോട് എഴുതി കാണിക്കും ആഫ്റ്റർ 1 hour എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മാക്സിമം സ്റ്റാർലൈറ്റ് എനർജി പോയിന്റ്സ് നിങ്ങൾ നേടുക. ആൻഡ് ഈ ഒരു പോയിന്റ്സ് ആണ് നമുക്ക് TG സമയത്ത് എയർ ഡ്രോപ്പ് ആയിട്ട് കൺവേർട്ടായിട്ട് ലഭിക്കുക. ആൻഡ് ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളെല്ലാം തന്നെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. എല്ലാ അപ്ഡേറ്റ്സും തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൃത്യമായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ ലഭിക്കാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി ജോയിൻ ചെയ്യുക. അതിന് ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ വരുന്നവരെ ബൈ ഗായ്സ്.